നമസ്കാരം. സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിൻ്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാമിനി ഗിരീഷ്. ഇന്നത്തെ കഥാകാരൻ ശ്രീ മൻസൂർ പെരിന്തൽമണ്ണ. ലളിതമായ കഥാസന്ദർഭങ്ങളിലൂടെ വലിയ സന്ദേശങ്ങൾ നൽകുന്ന രചനകളാണ് ഇദ്ദേഹത്തിൻ്റേത്. ഓൺലൈൻ സാഹിത്യ മേഖലയ്ക്ക് നിരവധി കഥകൾ സമ്മാനിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ശ്രീ മൻസൂർ പെരിന്തൽമണ്ണ എഴുതിയ മനോഹരമായ ഒരു രചനയാണ് ഇന്നത്തേത്, തിരിച്ചറിവ്. ഇന്ദു, ഇതിനെ ഞാനിപ്പോൾ ശരിയാക്കും. ഒന്ന് ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും തോരൻ ഉണ്ടാക്കാൻ അരിഞ്ഞു വെച്ച ക്യാബേജ് വലിച്ചിട്ട് അതിൽ മൂത്രം ഒഴിച്ചിരിക്കുന്നു മോൻ. 2 വയസ്സേ ഉള്ളൂ. പറഞ്ഞിട്ട് എന്ത് കാര്യം? വികൃതിയുടെ കാര്യത്തിൽ പ്രായമൊന്നും ഒരു വിഷയമേ അല്ല അവന്. മോനെയും എടുത്ത് റൂമിലെത്തി. അവൾ പനി പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഒരാഴ്ച മുന്നേ തുടങ്ങിയതാ. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വീണ്ടും വീട്ടുപണിയും മോനുമായുള്ള ഗുസ്തിയും കാരണം പനി അധികമായി. ഇന്നലെ വീണ്ടും കൊണ്ടുപോയി. ശരീരം അനക്കാതെ ഒരു ഭാഗത്ത് കിടക്കാതെ മാറില്ല എന്നാണ് ഡോക്ടറുടെ അന്ത്യശാസനം. അഡ്മിറ്റാക്കുവാൻ പറഞ്ഞതാണ്. വീട്ടിലെ കാര്യം ഓർത്ത് അത് വേണ്ടെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. അവനെ അവളുടെ അടുത്ത് കിടത്തി. ചേട്ടൻ ആകെ ഇടങ്ങാറായില്ലേ? അതൊന്നും സാരമില്ലടി, വീട്ടുജോലികളൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവൻ, എങ്ങനെയാ നീ ഇവനെ പൊറുപ്പിക്കുന്നത്? അവൾ ഒന്നും മിണ്ടാതെ ഒരു ചെറു ചിരിയോടെ എന്നെ ഒന്ന് നോക്കി. കുറച്ചു നേരം നോക്കിയപ്പോഴേക്കും നിങ്ങൾ മലങ്ങിയില്ലേ? അപ്പോൾ എല്ലാ ദിവസവും ഇവനെയും നോക്കി വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന ഞാനോ എന്നതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് ഞാൻ ഊഹിച്ചു പൂരിപ്പിച്ചു. ഒന്നും മിണ്ടാതെ ഒന്ന് ചിരിച്ച് അവിടെ നിന്ന് പോന്നു. പെട്ടെന്ന് ജോലികൾ തീർക്കണം. അവനെ അവളുടെ അടുത്ത് കുറച്ചു നേരം നിർത്തിയാൽ എല്ലാം അവതാളത്തിലാവും. കുറവായ പനിയും വേറെ കൂട്ടത്തിൽ എന്തേലും പുതിയ അസുഖം കൂടി വരും. അതാ അവൻ്റെ കയ്യിലിരിപ്പ്. അയലത്തെ ചേച്ചിയുടെ കാല് പിടിച്ച് നേരത്തെ അലക്കി തന്ന തുണികൾ ഉണക്കി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നത് നേരത്തെ എടുത്തിട്ട് അതിൽ മൂത്രം ഒഴിച്ചവൻ ശരിയാക്കി തന്നിരുന്നു. 5-6 ഗ്ലാസ്, കുറച്ച് പ്ലേറ്റ്, ഇവയെല്ലാം ഉടയ്ക്കുക, അങ്ങനെയുള്ള കലാപരിപാടികൾ ഈ നേരത്തിനുള്ളിൽ തന്നെ അവൻ ചെയ്തു തീർത്തിട്ടുണ്ട്. അടുക്കളയിലെത്തി നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ക്യാബേജ് എടുത്ത് അരിഞ്ഞു. മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കറി വയ്ക്കാൻ. ഒരു മുറി തേങ്ങ എടുത്ത് ചിരകി മിക്സിയിലിട്ടു അരയ്ക്കാൻ. മിക്സിയിൽ അരച്ചതുകൊണ്ട് കറിക്ക് ടേസ്റ്റ് ഇല്ല. നിനക്ക് തേങ്ങ അമ്മിയിൽ അരച്ചൂടെ എന്ന് കഴിക്കുമ്പോൾ അവളോട് പറയുന്നത് വെറുതെ ഓർമ്മ വന്നു ഈ നേരത്ത്. അരുണേട്ടാ, മോൻ അങ്ങോട്ട് വന്നില്ലേ? ഇവിടുന്ന് ഇറങ്ങിപ്പോന്നു, നോക്കിയേ. ഇന്ദുവിൻ്റെ വിളി കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഹോളിൽ അത് അപ്പിയിട്ട് അത് കൈകൊണ്ട് വാരി മുഖത്തും ദേഹത്തും മൊത്തം തേച്ച് നിൽക്കുന്നു ലവൻ. നീ എൻ്റെ പുക കണ്ടേ അടങ്ങൂലേ? എന്തൊരു അക്രമമാണടാ! ഇതിലും വലിയ വികൃതിയായിരുന്നു നീ. ആരാ അത്? പുറത്തെ സിറ്റൗട്ടിൽ മെലിഞ്ഞ് കവിളുകളൊട്ടിയ ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായൊരു രൂപം. അമ്മ. പക്ഷെ അമ്മ എങ്ങനെ ഇവിടെ? പെങ്ങളുടെ അടുത്താണല്ലോ. ഇങ്ങോട്ട് വരാൻ ഇനിയും 6 മാസം കഴിയണമല്ലോ. വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കി. ഇല്ല, ആരുമില്ല. തോന്നിയതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അമ്മയെ പെങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ആക്കിയത്. അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ 7 മക്കളിൽ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ മാസമാണ് അമ്മ. ഇത്തവണ വന്നപ്പോൾ അമ്മയ്ക്ക് അസുഖം കുറച്ച് കൂടുതലായിരുന്നു. അച്ഛൻ്റെ മരണശേഷം മാനസിക നില ആകെ താളം തെറ്റി അമ്മയുടെ. ഏത് നേരവും പിച്ചും പേയും പറച്ചിലും, ചിലപ്പോൾ നിർത്താതെ ചിരിച്ചും നേർത്ത് കരഞ്ഞു. ചില നേരത്ത് ഒരു കുഴപ്പവുമില്ല. സാധാരണ രീതിയിൽ എല്ലാവരോടും സംസാരിക്കും, കുട്ടികളെ എടുത്ത് കളിപ്പിക്കും. ചികിത്സ ഒരുപാട് നടത്തി, യാതൊരു കുറവുമില്ല. ഇത്തവണ വന്നിട്ട് 1 മാസമാവാൻ നിർത്തിയില്ല. ഇന്ദുവിന് പനി തുടങ്ങിയപ്പോൾ പെങ്ങളെ വിളിച്ച് പറഞ്ഞ് അവിടെ കൊണ്ടുവിട്ടു. ആദ്യം അവളും ഒന്ന് മടിച്ചു. പിന്നെ വീട് പണിക്ക് അവൾ കടം ചോദിച്ചിരുന്ന കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സമ്മതിച്ചത്. കഴിഞ്ഞ തവണ അച്ഛൻ്റെ ആണ്ടിന് തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ചെറിയ പെങ്ങളാണ് പറഞ്ഞത്, പ്രായമായ ആൾക്കാരെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്, അമ്മയെ അവിടെ കൊണ്ടുപോയി ആക്കാമെന്ന്. എന്നാൽ നാട്ടുകാരെന്തു പറയുമെന്ന് വിചാരിച്ച് ആരും അതിന് സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഓരോ മാസവും ഓരോ മക്കളുടെ വീട്ടിലെന്ന തീരുമാനമുണ്ടായത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് മക്കളിൽ ഏറ്റവും ഇഷ്ടം ആ പറഞ്ഞ മകളോടായിരുന്നു എന്നതാണ്. പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് അമ്മയുടെ അതേ പ്രായമുള്ളൊരു ദേവകിയേട്ടത്തി വീട്ടിൽ വന്നിരുന്നത്. അന്ന് അമ്മയ്ക്ക് നല്ല കുറവുണ്ടായിരുന്നു. കരച്ചിലും പിഴിച്ചിലും ബഹളങ്ങളും ഒന്നുമില്ലാതെ ഇരുന്ന ചുരുക്കം ചില ദിവസങ്ങളിലൊന്ന്.
ദേവകിയേട്ടത്തിയുമായി അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അമ്മ പറയുന്നത് കേട്ടു, കെട്ടിയോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒക്കെ കാര്യം പോക്കാണ് ദേവകി. എന്ത് മക്കളുണ്ടായിട്ടും കാര്യമില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ? നിനക്ക് 6-7 മക്കളില്ലേ സാവിത്രിയെ? അവരുടെ അടുത്ത് അങ്ങനെ മാറി മാറി നിന്നൂടെ എന്ന ദേവകിയേട്ടത്തിയുടെ മറുപടിക്ക് അമ്മ ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മോനെയും എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി ഹാളിൽ വെച്ച് അവൻ ഉടുപ്പിട്ട് കൊടുക്കുമ്പോൾ കണ്ടു, പുറത്തുതേ അമ്മ വീണ്ടും എന്നെ നോക്കി ചിരിക്കുന്നു. നീ ഇതിനേക്കാൾ കഷ്ടമായിരുന്നു ഈ പ്രായത്തിലെ. അപ്പിയിട്ടത് മുഖത്തും ദേഹത്തും തേക്കുന്നതും പോരാഞ്ഞിട്ട് അതെടുത്ത് തിന്നുമായിരുന്നു നീ. നിന്നെക്കൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയുന്നതിനോടൊപ്പം പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. മോനെ അവിടെ വെച്ച് പുറത്തേക്ക് ഓടിയിറങ്ങി. ഇല്ല, അമ്മയില്ല. തോന്നലാണ്, വെറും തോന്നൽ. മനസ്സിനകത്ത് എവിടെയോ ഒരു വിങ്ങൽ, ഒരു നീറ്റൽ. പുക്കൽ കൂടി വല്ലാതെ വേദനിക്കുന്നുവോ? പഴയൊരു ബന്ധനത്തിൽ നിന്നും മോചിതനാവാതെ. മോൻ്റെ ഡ്രസ്സ് മാറ്റി ഇന്ദുവിനോട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞ് കാറിൽ കയറുമ്പോൾ ഞാൻ ഒന്ന് ഉറപ്പിച്ചിരുന്നു, അമ്മ ഇനിയുള്ള കാലം എൻ്റെ കൂടെ മാത്രം. ആ മടിത്തട്ട് എനിക്ക് വേണം, തല ചായ്ച്ച് കിടക്കാൻ. മോനെ മടിയിലിരുത്തി വണ്ടിയിൽ സ്റ്റീരിയോ ഓണാക്കി. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്നോർത്തോളിൻ എന്ന മാപ്പിളപ്പാട്ടാണ് കേട്ടത്. എൻ്റെ മനം ഒന്നുകൂടി വിങ്ങി. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് എത്തണം എന്ന ത്വരയിൽ ആക്സിലേറ്റർ ആഞ്ഞമർത്തി ഞാൻ. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ, അവരുടെ വികൃതികൾ കാണുമ്പോൾ, അവരെയും കൊണ്ട് അമ്മമാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഓർമ്മ വരട്ടെ. അമ്മയെ വൃദ്ധസാധനങ്ങളിൽ കൊണ്ട് തള്ളുന്നവർക്കും റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവർക്കും എല്ലാവർക്കും. ശ്രീ മൻസൂർ പെരിന്തൽമണ്ണ എഴുതിയ തിരിച്ചറിവ് എന്ന രചനയാണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങളുടെ രചനകൾ ഇതുപോലെ ഈ ചാനലിൽ ഓഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവ മലയാളം ടെക്സ്റ്റോടു കൂടി storytellingcouple@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചു തരിക. അതോടൊപ്പം നിങ്ങളുടെ മേൽവിലാസം, ഫോൺ നമ്പർ, ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഒരു ഫോട്ടോയും ചേർക്കുക. തിരഞ്ഞെടുക്കുന്നവ ഞങ്ങൾ ഈ ചാനലിൽ ഓഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അയക്കുന്നത് നിങ്ങളുടെ സ്വന്തം രചനയായിരിക്കണം. കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.